നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം ഹൗ ടു റെഡ്യൂസ് ബെല്ലി ഫാറ്റ്, എങ്ങനെ നമ്മളെ കുടവയറ് കുറക്കാം. ഇന്ന് കേരളത്തിൽ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒരു പ്രധാന പ്രശ്നമാണ് ഈ ബെല്ലി ഫാറ്റിലെ കുടവയർ. പുരുഷന്മാരുടെ ഏകദേശം ഒരു 30-40 ഇടയിൽ ഈ ബെല്ലി ഫാറ്റ് കുറേശ്ശെ കുടവയർ തുടങ്ങും. പിന്നെ 40-50 വയറ് സൈസ് കൂടിയിട്ട് പല ആളുകളും നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന പുരുഷന്മാരുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ ഒന്നാമത്തെ പ്രസവത്തിൽ തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു വയറിനെ സംരക്ഷിച്ചില്ല എങ്കിൽ വീണ്ടും ആ വയറ് കൂടി അത് 1, 2, 3 പ്രസവമാണ് സമയത്തിൽ കൂടി എന്ത് ചെയ്യും, കൂടുതലായിട്ട് വയറ് കൂടി പിന്നെ ഇഷ്ടമുള്ളൊരു വേഷം ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ ചുരിദാറാണെങ്കിലും സാരി ധരിച്ചാലും വയറൊരുപാട് പുറത്ത് കാണുന്നൊരവസ്ഥയാണ്. പൊതുവെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊരു മനോവിഷമാണ് ഈ സംവിധാനം എന്നുള്ളത്. പക്ഷേ ഇത് വളരെ ശാസ്ത്രീയമായിട്ട് ബുദ്ധിപരമായിട്ട് ഇത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസം കൂടി തന്നെ അത് കൺട്രോളാക്കാനും ഒരു 6 മാസത്തിന് ഒരു വർഷത്തിനിടയിൽ ഇത് പൂർണ്ണമായിട്ടും റെഡിയാക്കാനും സാധിക്കും. പക്ഷെ ഒന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ബുദ്ധിപരമായിട്ടും തന്ത്രപരമായിട്ടും വേണം ഇത് കൈകാര്യം ചെയ്യാൻ. നോക്കാം, നമുക്ക് ഈ ബെല്ലി ഫാറ്റ് കുടവയറ് കുറക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കട്ട് ഡൗൺ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഷുഗർ. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏതാണ് നമ്മളെ ഈ പുണത്തടിയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മൾ പുണത്തടിയിലേക്ക് ആക്കുന്നത് പഠിക്കേണ്ടതുണ്ട്. കാരണം എന്ത് പ്രശ്നത്തിന് കാരണം മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. അതിൽ നമുക്ക് ഉത്തരം കിട്ടുക, വളരെ പ്രധാനപ്പെട്ട ഉത്തരം കിട്ടുക, ഒന്ന് പഞ്ചസാരൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഡയറക്റ്റ് അല്ല, പഞ്ചസാര ജ്യൂസുകൾ അല്ലെങ്കിൽ ഈ കൊക്കക്കോള, പെപ്സി പോലത്തെ വസ്തുക്കൾ, അങ്ങനെ പഞ്ചസാരയുടെ കണ്ടന്റ് അടങ്ങിയ വസ്തുക്കളുടെ ഉപയോഗം. രണ്ടാമത്തത് ഉള്ളത് കാർബോഹൈഡ്രേറ്റ്. അത് എന്ത്, കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്ന് ധാന്യങ്ങൾ, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ. ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അരി, ഗോതമ്പൊക്കെ പെടും. കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലുള്ള ഏകദേശം എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും നമ്മൾ എന്ത് ഗ്ലൂക്കോസ് പാക്കറ്റിലാണത്. അപ്പോൾ ഈ പ്രത്യേകിച്ച് മലയാളീൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്, അരി ഭക്ഷണം പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുന്നത്. പക്ഷെ ഇത് കഴിക്കുന്നത് കൂടെ കുഴപ്പമൊന്നുമില്ല, അത് കൺട്രോൾ ചെയ്ത് കഴിക്കണം. നോക്കാം നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം. കാർബോഹൈഡ്രേറ്റ് നമ്മുടെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അരി ഭക്ഷണമാണ് അല്ലെങ്കിൽ ഗോതമ്പ്. ഇത് നമ്മൾ ഒരു ദിവസം 4-5 തവണ ഭക്ഷണം കഴിക്കുന്നത്. രാവിലെ 10 മണിക്ക്, ഉച്ചക്ക് 4 മണിക്ക്, രാത്രി. ഈ 5 നേരത്തെ ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്ത് 3 നേരം ഭക്ഷണത്തിലേക്ക് ആക്കാതെ. പിന്നുള്ളത് ഷുഗർ എന്ന് പറഞ്ഞ സംഭവം വളരെ ഒരു വിഷമുള്ള വസ്തുവാണ്. മാത്രമല്ല നമ്മളെ നിരന്തരം നമ്മൾ എന്ത് ചെയ്യുക, ഘട്ടം ഘട്ടമായിട്ട് പല രോഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം ഷുഗറിനെ ക്രമേണ കൺട്രോൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളെ വയറിനെ നിങ്ങൾക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഒരു പ്രധാന പോയിന്റാണ് ഈറ്റ് മോർ ഫൈബർ റിച്ച് ഫുഡ്. നമ്മൾ ഈ ഫൈബർ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കണില്ല. നമ്മൾ മലയാളി കഴിക്കുന്ന മെയിൻ ഭക്ഷണം കാർബോഹൈഡ്രേറ്റാണ്. കാർബോഹൈഡ്രേറ്റ് ഞാൻ പറഞ്ഞു, അരി ഭക്ഷണം, അരി, ഗോതമ്പ്, ധാന്യങ്ങൾ, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഫൈബർ അടങ്ങിയ ഭക്ഷണം കൂടുതൽ പച്ചക്കറികളിലേക്കും പഴം വർഗ്ഗങ്ങളിലേക്കും കൂടുതൽ കഴിക്കുക. ഈ അപകടം പിടിച്ചെന്ത് ചെയ്യുക, പഞ്ചസാരനെ ഒന്ന് നിയന്ത്രിക്കുക. പിന്നെന്ത് ചെയ്യുക, പിന്നെ കാർബോഹൈഡ്രേറ്റ് നിയന്ത്രിച്ച് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതശൈലി ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ വയറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മറ്റൊന്നാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. അത് പൊതുവെ നമ്മളെ പുരുഷന്മാരുടെ സ്ത്രീകളുടെ പ്രശ്നം, വെള്ളം കൂടുതൽ കുടിക്കില്ല. നമ്മൾ വളരെ കുറച്ചേ കുടിക്കുള്ളൂ. ഇത് ഞങ്ങളെ എല്ലാ വീഡിയോയിലും പറയുന്ന വെള്ളം നല്ലോണം കുടിക്കണം. ഒരു ദിവസം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും പല രീതിയിൽ ചായയായിട്ടോ കാപ്പിയായിട്ടോ കറികളായിട്ട് ജ്യൂസൊക്കെ ആയിട്ട് അകത്തേക്ക് ചെല്ലണം. വെള്ളം കൂടുതൽ നമ്മുടെ ബോഡിക്ക് എത്തുന്നതോട് കൂടിയാണ് ബോഡിയിൽ കൃത്യമായിട്ടും ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് വെള്ളം നല്ലോണം വേണം. പ്രത്യേകിച്ച് നമ്മൾ ഈ മൂത്രം കൃത്യമായിട്ട് പോകണമെങ്കിൽ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം വേണം. മൂത്രം പോരുന്ന ശരീരം ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ മൂത്രം പുറത്ത് വരുന്നത്. അപ്പം ഈ കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ ശരീരം നല്ല മെറ്റബോളിസം അല്ലെങ്കിൽ ടോട്ടൽ പ്രവർത്തനം ശരീരം നടക്കുകയും എന്ത് ചെയ്യുക, കൂടുതൽ ഈ മാലിന്യങ്ങൾ പുറന്തള്ളുകയും ഘട്ടം ഘട്ടമായി നമ്മുടെ വയറിൻ്റെ സൈസ് കുറയും. അപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വെള്ളം കുടിക്കുക. കൃത്യമായ ഇടവേളകളിൽ ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ടോട്ടൽ പ്രവർത്തനം ഉഷാറാവുകയും ഘട്ടം ഘട്ടമായി ഫാറ്റ് ബേൺ, കൊഴുപ്പൊക്കെ നിയന്ത്രണത്തിലാവുകയും ചെയ്യും. മറ്റൊരു പ്രധാന പോയിന്റാണ് ഇൻക്രീസ് പ്രോട്ടീൻ ഇൻടേക്ക്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. കടലവർഗ്ഗങ്ങൾ ഒരുപാട് ഐറ്റം കടലവർഗ്ഗങ്ങളുണ്ട്. പയറുവർഗ്ഗങ്ങൾ, ചിക്കന്, ബീഫൊക്കെ കഴിക്കുക. ഈ ചിക്കനും ബീഫും കഴിച്ചാൽ തടി കൂടില്ല കേട്ടോ. നമ്മൾ നാട്ടിൽ വിചാരിക്കുന്ന ചിക്കൻ കഴിച്ചാൽ തടി കൂടുന്ന നമ്മൾ ഒരു ധാരണയില്ല, കൂടില്ല. അത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം. നമ്മുടെ കേരളീയരുടെ ഭക്ഷണത്തിൽ തടി കൂടുന്ന ഭക്ഷണം കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയും മാത്രമേ മെയിനായിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു പ്രധാന പോയിന്റാണ് ഫുൾ ബോഡി എക്സസൈസ്. ഈ വെയിറ്റ് കുറയണം,
ഈ വെയിറ്റ് കുറയാന്ന് പറഞ്ഞാൽ തട്ടിപ്പിലും നടക്കുന്ന കാര്യങ്ങളല്ല. ചില ആളുകൾ എന്ത് ചെയ്യും, പലതരത്തിലുള്ള മരുന്ന് കുടിച്ചു വേണ്ടി എന്ത് ചെയ്യുക, കുറുക്ക് വഴികളൊക്കെ മരുന്ന് കുടിച്ചു കൊണ്ട് മെലിയാൻ ശ്രമിക്കും. ഈ മരുന്ന് കുടിച്ചാലും അപകടം. ചില മരുന്നൊക്കെ ഉണ്ട് കുടിച്ചാൽ പെട്ടെന്ന് മെലിയും, പക്ഷേ അത് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഭയങ്കര ശക്തിയോടെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കണം, എന്ത് ചെയ്യുക, ഏറ്റവും നല്ലത് എക്സസൈസ് ചെയ്യുക, ഫുഡ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അരമണിക്കൂർ നല്ല ബോഡി അറിഞ്ഞുകൊണ്ട് ബോഡി നല്ല വയർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്താൽ എന്ത് ചെയ്യും, ടോട്ടൽ നിങ്ങളെ വയറിനെ നിയന്ത്രണത്തിലാക്കാനും പിന്നെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഫാറ്റ് ബേൺ നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഈ വയറിന് ഈ ബെൽറ്റുകൾ ഉപയോഗിക്കാം. പലതരം ബെൽറ്റുകൾ, ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ ബ്രാ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഈ ബ്രാ ഉപയോഗിക്കാത്ത അവസ്ഥ എന്തായിരിക്കും, അതിൻ്റെ ബ്രാൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുക, തൂങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ലേഡീസ് ആകുമ്പോൾ പ്രസവം കഴിഞ്ഞാലും എന്ത് ചെയ്യുക, പലതരത്തിലുള്ള ബെൽറ്റുകൾ ഉപയോഗിച്ച് തുടങ്ങുക. ആ ബെൽറ്റുകൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ, കാരണം ഈ ലേഡീസിനെ സംബന്ധിച്ച് പ്രസവത്തിൻ്റെ 8-9 മാസമാകുന്ന വയറ് നല്ല കൂടുതലുണ്ടാവും. പിന്നെ കുട്ടി പുറത്തിറങ്ങിയ വലിയ വയറായിരിക്കും, ചുരുങ്ങേണ്ടതുണ്ട്. അപ്പം എന്ത് ചെയ്യുക, ഈ വയറ് കൃത്യമായി കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്, അതിന് ഒന്ന് പിടിച്ച് കെട്ടേണ്ടതുണ്ട്. അത് പലതരത്തിലുള്ള ബെൽറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ബെൽറ്റുകൾ ഉപയോഗിക്കാം. പുരുഷന്മാരാണെന്ന് വെച്ചാൽ ഈ പുരുഷന്മാരിൽ നിന്ന് കുടവേറിനെ കൺട്രോൾ ചെയ്യുന്ന പല അടിവസ്ത്രങ്ങൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് പുരുഷന്മാർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈ പലതരത്തിലുള്ള ബെൽറ്റുകൾ ഉപയോഗിച്ച് തന്നെ ഈ വയറൊന്ന് നിയന്ത്രിച്ചാൽ തന്നെ എന്ത് ചെയ്യും, ഒരു കൺട്രോൾ വരും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നടക്കുന്ന സമയത്ത് കൂടുതൽ വയറ് മുന്നോട്ട് തള്ളി വരാനും ഓരോ ഘട്ടത്തിൽ അത് തൂങ്ങി വയറിൻ്റെ സൈസ് കൂടാൻ സാധ്യത കൂടുതലാണ്. ഒരു പ്രധാന പോയിന്റാണ് ഈ മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസി എന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു നല്ലൊരു ശീലം കൊണ്ടുവരിക, ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. നമ്മുടെ നാടുകളിൽ അമിതമായ ഭക്ഷണം, ഈ അമിതമായ ഭക്ഷണം കുറച്ചാൽ തന്നെ ബോഡിയിൽ കൺട്രോൾ കിട്ടും. പിന്നെ എന്ത് ചെയ്യുക, അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യുക, വ്യായാമം ചെയ്യുക. ഈ സംഭവം സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് സ്ഥിരമായിട്ട് ചെയ്യുക. നമ്മളൊരു ബിഹേവിയറാക്കി മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ശീലമാക്കി മാറ്റുക. എന്ത് ചെയ്യുക, അത് നിരന്തരം ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് വരില്ല. എന്ത് ചെയ്യുക, റിസൾട്ട് കുറച്ച് സമയം എടുത്തേ വരും. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ കൺസിസ്റ്റൻ്റായി ചെയ്തതോടുകൂടി എന്ത് ചെയ്യുക, നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് ചെയ്യുകയാണെങ്കിൽ വയറ് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ ഓരോരുത്തർക്കും സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് പോർഷൻ കൺട്രോൾ. ഭക്ഷണം കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിക്കുക. നമ്മൾ ചെയ്യുന്ന ജോലിക്കും ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം നമ്മുടെ ശരീരത്തിന് വരുന്ന ആവശ്യത്തിനനുസരിച്ച് ഫുഡ് അറിഞ്ഞു കഴിക്കുക. വളരെ സിമ്പിളാണ് ഭക്ഷണം കൺട്രോൾ. നമ്മുടെ ഈ ആമാശയം ഇതൊരു സഞ്ചിയാണ്. ഇത് എത്ര ടൈം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും, എത്ര ടൈം കൊള്ളും ചെയ്യും. എന്ത് ചെയ്യുക, ഒരു പാകത്തിന് വയറ്, ഈ ശാസ്ത്രം പറയുന്നത് തന്നെ ആമാശയത്തിൻ്റെ 1/3 എപ്പോഴും കാലിയാക്കി വെക്കണം എന്നാണ്. 1/2 ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, 1/1 ഭാഗം കാലിയാക്കി വെക്കണം. അപ്പം ഒരു പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ച് ശീലിക്കുക. ചിലർ ആർത്തിയിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്, ചിലർ എന്ത് ഗ്യാപ്പിട്ട് അടിച്ച് വീശി കഴിക്കുന്ന ആളുകൾ. അത് ഒരു ബാഡ് ഹാബിറ്റാണ്. ഒന്ന് കൺട്രോൾ ചെയ്യുക, ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതോടുകൂടി തന്നെ ഘട്ടമായിട്ട് ഞങ്ങൾക്ക് മെലിയാൻ സാധിക്കും. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളത്, അവോയ്ഡ് ലൈറ്റ് നൈറ്റ് ഫുഡ്. അതായത് രാത്രി വൈകിയുള്ള ഭക്ഷണം ഒഴിവാക്കുക. നമ്മൾ ഒരു പൊതുവെ കൾച്ചർ എന്നാണ്, ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് കൾച്ചറാണ്. ഇപ്പോൾ അത്യാവശ്യം ഒരു സാമ്പത്തിക ചുറ്റുപാടൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിലും എന്ത് ചെയ്യുക, വൈകുന്നേരം കുടുംബത്തോടൊപ്പം പുറത്തിറങ്ങുക, എന്നിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഹെവി ആയിട്ട് ഫുഡ് അടിക്കുക. രാത്രി 10 മണിക്ക് 11 മണിക്ക് ശേഷം ഫുഡ് അടിച്ച ഉടനെ തന്നെ വീട്ടിൽ പോയി കടന്നു വരണം. ഒരു കാരണവശാലും ഈ അമിത ഭക്ഷണം രാത്രി കഴിക്കാൻ പാടില്ല. രാത്രി ഈ അമിത ഭക്ഷണം നിരന്തരം കഴിച്ചു കഴിഞ്ഞാൽ വയറ് ചാടും, യാതൊരു തർക്കമില്ല. ശ്രദ്ധിക്കേണ്ടത്, ഈ ശാസ്ത്രം പറയുന്നത് ഈ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കണം എന്നാണ്. പിന്നെ കഴിക്കാൻ പാടില്ല, പിന്നെ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഞാൻ അതവിടെ പോട്ടെ. നമ്മുടെ കൾച്ചറിൽ വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു 7 മണി 7-7:30 കുടിച്ച് ഭക്ഷണം കഴിക്കുക. അത് വളരെ ലേറ്റായിട്ട് കഴിക്കുക. രാത്രി ഒരു കാരണവശാലും മധുരം കഴിക്കരുത്. രാത്രി ഒരു കാരണവശാലും കാർബോഹൈഡ്രേറ്റ്, അരിയോ ഗോതമ്പോ അടങ്ങിയ ഭക്ഷണം കഴിക്കരുത്. ഏറ്റവും നല്ലത് വെജിറ്റബിൾസ് കഴിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രൂട്ട്സ് കഴിക്കുക. അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുള്ള ജ്യൂസ്, ഒരു 1-1.5 ഗ്ലാസ് നല്ല സ്മൂത്തിയിലെ കട്ടിയിലെ ജ്യൂസ് അടിച്ചോ ഇത് കുടിക്കുക. ഈ രീതിയിലേക്ക് ഫുഡ് മാറുന്നതുകൂടി നിങ്ങൾ എന്ത് ചെയ്യും, വയറിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ ഒരു കാരണവശാലും രാത്രി അമിതമായി ഫുഡ് കഴിച്ച് ഉറങ്ങാനും പാടില്ല. ചില എന്ത് ചെയ്യും, പിന്നെ ഈ ശാസ്ത്രം പറയുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിച്ചിരിക്കണം. അതായത് ഉറങ്ങുന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങി 2 മണിക്കൂർക്ക് മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. അപ്പം ഈ വൈകിയുള്ള ഈ നമ്മുടെ നാടുകളിലുള്ള എന്ത് ചെയ്യുക, ഈ ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ പോവുക, പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുക, ഈ രീതി നമ്മൾ ആളുകളെ കൂടുതലായിട്ട് പണത്തടിയിലേക്ക് അല്ലെങ്കിൽ കുടവേറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഹാബിറ്റ് നിർത്തിയേ പറ്റൂ. അതോടൊപ്പം തന്നെ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാം. ഏതെങ്കിലും നല്ല ഓൺലൈൻ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ഇത് ആധുനിക കാലഘട്ടമാണ്. നമ്മൾ എക്സസൈസും ചെയ്യാൻ വീടിന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫോണിൽ പല ആപ്പുകൾ ഉപയോഗിച്ച് ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആധുനിക കാലഘട്ടം, ഒരുപാട് സൗകര്യങ്ങളുള്ള കാലഘട്ടം. ഈ രീതിയിലേക്ക് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.